സിന്ധു, ഞാനൊരു പോലീസ് ഓഫീസറാണ്. സ്നേഹത്തെപ്പറ്റിയും പ്രേമത്തെപ്പറ്റിയും ഒന്നും മധുരമായി സംസാരിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ സിന്ധുവിനെ ഈ രാജമല്ലിച്ചിരിയുടെ ചുവട്ടിൽ കണ്ടപ്പോ ആ പഴയ രാജകുമാരന്റെയും നർത്തകിയുടെയും കഥ ഓർമ്മിച്ചുപോയി. ഞാൻ പറയുന്നത് അവിവേകമാണോ എന്ന് എനിക്കറിയില്ല, എങ്കിലും എന്നോട് ക്ഷമിക്കൂ. ഞാൻ സിന്ധുവിനെ സ്നേഹിക്കുന്നു. ഇതാ എന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ഒരു നിധിയാണിത്. ഇതെന്റെ സ്നേഹത്തിന്റെ അടയാളമായി ഞാൻ സിന്ധുവിന് തരുന്നു. സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യാം. എന്താ സ്വപ്നം കാണുകയാണോ? ആരാണ് നിങ്ങൾ? മനസ്സിലായില്ല. എന്റെ പേര് ശേഖർ, നിന്റെ നല്ലവനായ കാമുകന്റെ തെമ്മാടിയായ അനുജൻ. നിങ്ങൾക്ക് എന്ത് വേണം? നിന്റെ കയ്യിൽ കിടക്കുന്ന ഈ മോതിരം ഞാൻ തരില്ല. ഓഹോ, നിന്റെ കാമുകൻ സമ്മാനിച്ചത് കൊണ്ടായിരിക്കും. ജീവൻ കൊല്ലുകയാണെന്ന് തരൂ. തരില്ല. എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ. എടി, ഈ രാജമല്ലിച്ചെടിയുടെ ചുവട്ടിൽ വെച്ചാണ് നിന്റെ തൊലിവെളുപ്പിൽ മതിമയങ്ങി എന്റെ ചേട്ടൻ എന്റെ കുടുംബത്തിലെ അമൂല്യ നിധി നിന്റെ വിരലിട്ടത്. ഈ മോതിരം എനിക്ക് അവകാശപ്പെട്ടതാണ്. എടുക്ക, ഇല്ലെങ്കിൽ നിന്റെ കൈ ഞാൻ വെട്ടിയെടുക്കും. എടുക്ക, എടുക്കടി. ഇതാ കൊട്ടാരത്തിൽ നിന്ന് കിട്ടിയ ലോക്കറ്റ്. ഇത് എന്റെ ചേട്ടൻ കേസിനെ പറ്റി ആദ്യമായി എഴുതിയ റിപ്പോർട്ട്. ഇതിൽ നിങ്ങളെയും കൊച്ചാങ്ങിനെയും വാച്ച് ചെയ്യാൻ എഴുതിയിരിക്കുന്നു. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ സമർത്ഥനാണവൻ. നമുക്ക് നാളെ വീണ്ടും കാണാം. ബി കെയർഫുൾ. എന്റെ മുറിക്കകത്ത് നിന്ന് വിലപിടിപ്പുള്ള കടലാസുകൾ കാണാതിരിക്കുന്നു. അതിനകത്ത് കയറിയത് ആരാണെന്ന് എനിക്ക് അറിയണം. സാർ, സത്യമായിട്ടും ആരും അങ്ങോട്ട് പോയിട്ടില്ല സാർ. എടാ, നീ അതിനകത്ത് കയറി? ഇല്ല സാർ. ആ റാസ്കൽ എവിടെ? ഏത് റാസ്കൽ? എടാ റാസ്കൽ, നിന്റെ ശേഖരൻ സാറിന്റെ കാര്യമാണ് സാർ ചോദിച്ചത്. വൈകുന്നേരം പാർക്കിൽ പോയാൽ ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല. സാർ ഉച്ചയ്ക്ക് ടൈപ്പ് ചെയ്ത് വെച്ച കടലാസ് ആരും അറിയാതെ എവിടെ പോയി? സാറിന്റെ അനുവാദമില്ലാതെ ആരെങ്കിലും നമ്മളത് സ്വഭാവിക്കും. എടാ, ഇങ്ങോട്ട് നീങ്ങി നിൽക്ക. എടാ, നിന്റെ ശേഖരൻ സാറുണ്ടല്ലോ, അവൻ വരുമ്പോ പറഞ്ഞേക്ക് ഈ കളി തീക്കളിയാണെന്ന്. ഓർമ്മയിരിക്കട്ടെ. വരുമ്പം പറഞ്ഞേക്കാം സാർ. ചേടാ, വീക്ക് വാങ്ങിക്കാൻ ചെണ്ടയും കാശ് വാങ്ങിക്കാൻ മാരാരും എന്ന് പറഞ്ഞ പോലെയാണ് എന്റെ കേസ്. ഹലോ ഗുപ്ത, രാജേന്ദ്ര ഓൺ ദി ലൈൻ. സ്പീക്ക് ഓൺ. ഗുപ്ത സ്പീക്കിംഗ്. സാർ, ഫറൂഖ ഒരു കാറിൽ പുറപ്പെടുന്നത് കണ്ട് സംശയം തോന്നി ഞാൻ പിന്തുടരുകയാണ്. ഒരു പക്ഷേ സങ്കേതത്തിലേക്കുള്ള വഴി ഇന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞേക്കും. വെരി ഗുഡ് ഗുപ്ത, ഫോളോ ഹർ. മാർഗം കണ്ടുപിടിച്ചാൽ നമ്മൾ ജയിച്ചു. സാർ, ഇപ്പോൾ അവരുടെ വണ്ടി പാലസ് റോഡിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. അവൾ പോകുന്ന വഴി ശരിക്കും മനസ്സിലാക്കിക്കൊള്ളൂ. ബട്ട് ബി കെയർഫുൾ. ഹലോ ഹലോ, ഗുപ്ത എന്റെ കാറിനെ പിന്തുടരുന്നു. ഞാൻ ആളെ അയക്കാം.
കെട്ടിക്കൊണ്ടുപോയത്. ഏതായാലും കൃഷ്ണൻകുട്ടി ജീപ്പിൽ കയറും. ഗുപ്തയ്ക്ക് എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ട്. വെൽ ഡൺ കൃഷ്ണൻകുട്ടി. താങ്ക് യു സർ. ഞാൻ കൃഷ്ണൻകുട്ടി നല്ലൊരു ഫൈറ്റർ കൂടിയാണല്ലോ. ആ ചെറുപ്പത്തിൽ ചില കയ്യാങ്കളികളൊക്കെ കളിച്ചിട്ടുണ്ട്. ആ കൃഷ്ണൻകുട്ടിക്ക് കളരിപ്പയറ്റ് മാത്രമല്ല ആണുങ്ങളുമായിട്ട് പിടിക്കാനും അറിയാം. ഇനിയും ഇങ്ങനെയുള്ള സന്ദർഭം വരുമ്പോ കൃഷ്ണൻകുട്ടി നിശ്ചയമായിട്ടുണ്ടായിരിക്കണേ. ഓക്കെ സർ. ആ കേറും. കമാ.